പാലാ നഗരസഭയിൽ യു.ഡി.എഫിന് ഭരണം നഷ്ടമായേക്കും. പാർട്ടി വിപ്പ് ലംഘിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാനെത്തി. എൽ.ഡി.എഫ് കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് കൗൺസിലർമാർ തീരുമാനിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രനാണ് കോട്ടയത്ത് നിന്ന് ചേരുന്നത്. സനോജ്, ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പാലായിൽ യു.ഡി.എഫിന് നഷ്ടമാകും ഭരണം എന്നത്. ഇപ്പോൾ എന്തായാലും വിപ്പ് അടക്കം ലംഘിച്ച് യു.ഡി.എഫിന്റെ കൗൺസിലർമാർ അവിടെ എത്തിയിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്ത് തുടങ്ങിയോ? കൗൺസിൽ ആരംഭിച്ചോ? യു.ഡി.എഫ് ഭരിക്കുന്ന പാലാ നഗരസഭയിൽ എൽ.ഡി.എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ചകൾക്കുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിൻ്റെ ഫലം പുറത്തുവരും. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കൗൺസിൽ ഹാളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വിപ്പ് ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് കൗൺസിലർമാർ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് നൽകിയ വിപ്പിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ പാടില്ല, അതിനനുകൂലമായി ഇനി പങ്കെടുത്താൽ തന്നെ അതിനനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് വിപ്പ് നൽകിയത് വഴി DCC പ്രസിഡന്റ് നാട്ടക സുരേഷ് കോൺഗ്രസ് കൗൺസിലർമാരോട് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ പാർട്ടി നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ 4 കോൺഗ്രസ് കൗൺസിലർമാരും ഒരു സ്വതന്ത്ര വിമതയായി വിജയിച്ച കൗൺസിൽ അംഗം കൂടി, അങ്ങനെ 5 പേർ എത്തിയിരിക്കുന്നത്. 12 അംഗങ്ങളുള്ള കൗൺസിലിൽ 2 പേരുടെ കൂടി പിന്തുണ ലഭിച്ചാൽ LDF കൊണ്ടുവന്ന അവിശ്വാസം സ്വാഭാവികമായും പാസ്സാകും. എന്തായാലും 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും കൂടി എത്തിയതോടെ ഈ അവിശ്വാസ പ്രമേയം പാസ്സാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിപ്പ് ലംഘിച്ച് നഗരസഭയിലെത്തിയിട്ടുള്ള കോൺഗ്രസ് കൗൺസിലർമാർ ഇവരാണ്: ബിജു തോമസ്, ടോണി തൈപ്പറമ്പിൽ, രജിത പ്രകാശ്, ലിസിക്കുട്ടി മാത്യൂസ് എന്നിവരാണ് വിപ്പ് ലംഘിച്ചുകൊണ്ട് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് വിമതയായി മത്സരിച്ച് നിലവിൽ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ പദവിയിലിരിക്കുന്ന മായ രാഹുലും ഇന്നത്തെ ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ 5 പേരാണ് ഭരണപക്ഷത്തു നിന്നും ഈ വിപ്പിനെ ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വിപ്പ് അനുസരിച്ച് പങ്കെടുക്കാത്ത 2 കോൺഗ്രസ് കൗൺസിലർമാരുണ്ട്. റിയ ചീരാങ്കുഴിയും സെബാസ്റ്റ്യൻ ജെ പനക്കലുമാണ് വിപ്പ് ലംഘിക്കാതെ കോൺഗ്രസ് പാർട്ടിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. എന്തായാലും നിലവിൽ 26 അംഗ കൗൺസിലിൽ LDFന് 12 പേരാണ്. അതിൽ 10 കേരള കോൺഗ്രസ്സുകാരും 2 CPM സ്വതന്ത്രരുമാണ്. അങ്ങനെ 12 പേരാണ് LDFനുള്ളത്. UDFന് 10 പേരായിരുന്നു. അതിൽ 3 സ്വതന്ത്ര കൂട്ടായ്മയിലെ 3 പേരുടെ പിന്തുണയും ഒപ്പം തന്നെ വിമതയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുലും ഉൾപ്പെടെ അങ്ങനെ 14 പേരുടെ പിന്തുണയിലാണ് UDF പാലാ നഗരസഭാ ഭരണം പിടിച്ചത്. ഈ തീരുമാനപ്രകാരം സ്വതന്ത്ര കൂട്ടായ്മയിലെ ദിയ ബിനു പുളിച്ചക്കണ്ടത്തിനായിരുന്നു ആദ്യ 2 വർഷക്കാലം ചെയർപേഴ്സൺ പദവി മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ഈ തീരുമാനം അംഗീകരിക്കാതെ കോൺഗ്രസ് കൗൺസിലർമാർ പലതവണ പ്രശ്നങ്ങളുമായി രംഗത്ത് വരുന്ന കാഴ്ചയുണ്ടായിരുന്നു. അത് പാർട്ടി നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് പലതവണ ഈ പ്രശ്നപരിഹാര ചർച്ചകൾ നടത്തുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തത്. എന്നാൽ അവസാനം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്ന് കൗൺസിലർമാർ 6 പേർ പങ്കെടുത്തുകൊണ്ട് ഈ ദിയ ബിനു പുളിച്ചക്കണ്ടത്തിനുള്ള പിന്തുണ പിൻവലിക്കണമെന്നുള്ള പ്രമേയം പാസാക്കി പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. ഈ പാർട്ടി നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഈ തീരുമാനം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അയച്ചു കൊടുത്തു. അതിന് പിന്നാലെ നഗരസഭാ ഭരണം പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് LDF അവിശ്വാസ പ്രമേയത്തിലുള്ള നോട്ടീസ് നൽകിയത്. അത് പ്രകാരമുള്ള ചർച്ചയാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. എന്തായാലും അവിശ്വാസം പാസ്സായാൽ സ്വാഭാവികമായും UDFന് ഭരണം നഷ്ടമാവും. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന ഹാദിയിലാണ് ഈ ദിയ ബിനു പുളിച്ചക്കണ്ടം അധികാരമേറ്റെടുത്തത്. അവിടെയാണ് ഇപ്പോൾ UDFന് ഭരണം നഷ്ടപ്പെടാനുള്ള വഴി തുറന്നിരിക്കുന്നത്. അക്ഷയ്. സനോജ്, ഈ സ്വതന്ത്ര കൂട്ടായ്മയിലെ 3 പേർ, അത് ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം അടക്കം 3 പേരും ഈ കൗൺസിൽ യോഗത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? നിലവിൽ പാർട്ടി വിപ്പ് അനുസരിച്ച് 2 കോൺഗ്രസ് കൗൺസിലർമാരും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ 3 പേരും ഒരു KDP, അതായത് മാണി സി കാപ്പൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ചുള്ള ഒരംഗവും സ്വതന്ത്ര കൂട്ടായ്മയിലെ 3 പേരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നത്തെ ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ കൗൺസിൽ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. LDFലെ 12 അംഗങ്ങളും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരായിട്ടുള്ള 4 പേർ, അവർ വിപ്പ് ലംഘിച്ചുകൊണ്ടെത്തിയിരിക്കുന്ന 4 പേർ, ഒപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ പദവിയിൽ തുടരുന്ന വിമതയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുൽ, അങ്ങനെ 5 പേർ ഭരണപക്ഷത്തു നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മൊത്തം 17 പേരാണ് പങ്കെടുക്കുന്നത്. സ്വാഭാവികമായും 14 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ അവിശ്വാസം പാസ്സാകും. അങ്ങനെ പാസ്സായാൽ ഈ UDFന് നഗരസഭാ ഭരണം നഷ്ടപ്പെടും. എന്തായാലും അതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അല്പസമയത്തിനകം ഇതിൻ്റെ ഒരു അന്തിമ വിധി എന്താണ് എന്ന കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാവും. അക്ഷയ്.